തോരാതെയുള്ള മഴ കൊണ്ട് ജീവിതം ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലുമായ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അള്ളാഹു നമുക്കൊക്കെ അനുകൂലമാക്കി തരട്ടെ. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്ന് എല്ലാം അള്ളാഹു നമ്മെയും മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുൽഹജ്ജ് മാസമാണ്. നമുക്കിന്ന് ദുൽഹജ്ജ് 2 ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ദുൽഹജ്ജ് 9 അറഫയും പിറ്റേന്ന് ബലിപെരുന്നാളുമാണ്. ലോകത്ത് നിന്ന് ധാരാളം ഹാജിമാർ, ലക്ഷക്കണക്കിന് ആളുകൾ തൽബിയത്തുമായി മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മക്ക മുഴുവനും ഹാജിമാരെ സ്വീകരിക്കുവാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. ആകാശലോകത്തുള്ള അള്ളാഹുവിന്റെ സംവിധാനങ്ങളും അള്ളാഹുവിന്റെ മാലാഖമാരും ഹാജിമാർക്ക് സ്വാഗതമരുളിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ ഒരുപാട് മഹത്വങ്ങളുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വർഷത്തിൽ അള്ളാഹുവിന് അമൽ ചെയ്യുവാൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിനങ്ങൾ അത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 പകലിനേക്കാൾ മഹത്വമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്ക്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളേക്കാൾ മഹത്വമുണ്ട് റമളാനിന്റെ അവസാനത്തെ രാത്രികൾക്ക്, 10 രാത്രികൾക്ക്. പക്ഷേ റമളാനിന്റെ അവസാനത്തെ 10 പകലിനേക്കാൾ മഹത്വമുണ്ട് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകൾക്ക്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 മാത്രമല്ല, ദുൽഹജ്ജ് 1 മുതൽ 9 വരെയും പലപ്പോഴും തങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടുള്ളതായിട്ട് ചരിത്രത്തിൽ കാണാം. നമ്മളിൽ പലരും അങ്ങനെ നോമ്പെടുക്കാറുണ്ട്, വലിയ പ്രതിഫലവുമാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ ദുൽഹജ്ജ് 9 ഉള്ള നോമ്പ് അത് പ്രത്യേകം മുഅക്കദായ സുന്നത്തായ നോമ്പാണ്. അതിനെക്കുറിച്ച് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുകഫിറു സനതൽ മാളിയ, അറഫാ ദിവസത്തിൽ ഒരൊറ്റ നോമ്പ് കൊണ്ട് ആ ജീവിതത്തിൽ അവന്റെ കഴിഞ്ഞുപോയ ആയുസ്സിലെ 1 വർഷത്തെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. മാത്രമല്ല ഇനി വരാൻ പോകുന്ന 1 വർഷത്തിലെ പാപങ്ങളും അല്ലാഹു തആല അവന് മാപ്പാക്കുമെന്നാണ്. അപ്പോ 2 വർഷത്തിലെ പാപങ്ങൾ മാപ്പാക്കപ്പെടാവുന്ന വിധം ശ്രേഷ്ഠത നിറഞ്ഞ, മഹത്വം നിറഞ്ഞ നോമ്പാണ് ബലിപെരുന്നാളിന്റെ തലേ ദിവസത്തുള്ള അറഫയുടെ നോമ്പ്. അള്ളാഹു നമുക്കൊക്കെ അനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത വെള്ളിയാഴ്ച ആ നോമ്പെടുത്തുകൊണ്ടായിരിക്കും നമ്മളൊക്കെ പള്ളിയിൽ കൂടുന്നത്. വലിയ മഹത്വമുള്ള നോമ്പാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ അവസാനത്തതാകുന്ന ഹജ്ജ്, ഈ ഹജ്ജ് എന്ന് പറയുന്ന വലിയ പുണ്യമേറിയ അമല്, അത് ലോകത്ത് വിളംബരം ചെയ്യുന്നത് മാനവികതയാണ്. മനുഷ്യരെല്ലാം ഒന്നാണെന്ന വിളംബരമാണ്. മനുഷ്യരെല്ലാം ഒരൊറ്റ മുത്തുമാലയിൽ കോർത്തിണക്കിയ മുത്തുകളെ പോലെ ചേർന്നിരിക്കേണ്ടവരാണെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് പരിശുദ്ധമായ ഹജ്ജിലൂടെ നടപ്പിലാക്കപ്പെടുന്നത്. വർത്തമാന കാലത്ത് ഈ മാനവികത വലിയ പ്രസക്തിയുള്ള ഒരു വാക്കാണ്. കാരണം മനുഷ്യർ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അത് ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശീയതയുടെ പേരിൽ ഒക്കെ മനുഷ്യർ ഇങ്ങനെ പല തട്ടുകളിലായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് മാനവികതയുടെ വിളംബരമുള്ള ഹജ്ജിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. മനുഷ്യൻ ജന്മം കൊണ്ട്
നല്ലവനും ചീത്തവനുമായി മാറുന്നു എന്ന സങ്കല്പമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. ചില മനുഷ്യർ ജന്മം കൊണ്ട് തന്നെ മഹത്വമുള്ളവരാകുന്നു, ചിലർ ജന്മം കൊണ്ട് തന്നെ പരിഗണിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ താഴ്ന്നവനായി മാറുന്നു എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ വലിയ നവോത്ഥാനമുണ്ടെന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും. ഒട്ടനവധി സംഭവ വികാസങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ ഒരു സത്യവിശ്വാസി നിർബന്ധമായി ചെയ്യേണ്ടതാണ്. ആ 5 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും അതെല്ലാം വിളംബരം ചെയ്യുന്നത് മാനവികതയാണ്. നിസ്കാരം നമുക്കറിയാം. നിസ്കാരത്തിന്റെ മാനവികത എന്താണ്? ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും, മുതലാളിക്ക് മുമ്പേ തൊഴിലാളി പള്ളിയിലെത്തി നിസ്കാരത്തിൽ സഫ് കെട്ടി നിസ്കാരം തുടങ്ങി. അതിനുശേഷമാണ് അയാൾ ഒന്നാമത്തെ സഫിലായി. അതിനുശേഷമാണ് മുതലാളി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ ആ തൊഴിലാളിയുടെ പിറകിൽ നിൽക്കണം മുതലാളി, അല്ലെ? എന്റെ മുതലാളി വരാനുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ഒന്നാമത്തെ സഫിൽ നിൽക്കട്ടെ, ഞാൻ പിറകിൽ നിൽക്കാമെന്നുള്ളൊരു മനോഭാവം ഒരു വിശ്വാസിക്ക് പാടില്ല. ആദ്യം വരുന്നവർ ഒന്നാമത്തെ സഫിൽ നിൽക്കണം, അത് തൊഴിലാളിയായാലും മുതലാളിയായാലും. രണ്ടാമത്തെ സഫിൽ വരേണ്ടത് പിന്നെ വരുന്നവരാ, അത് മുതലാളിയാണെങ്കിലും ആദ്യത്തെ സഫിൽ നിൽക്കുന്ന തൊഴിലാളിയുടെ പാദം വെച്ച് സ്ഥലത്തായിരിക്കും മുതലാളിയുടെ ശിരസ് വെക്കുന്നത്. ഇതാണ് ഇസ്ലാമിലെ മാനവികത. ഇതുപോലെ ഹജ്ജിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഹജ്ജിന്റെ എല്ലാ അമലുകളും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മാനവികത ഉണർത്തുന്നതാ. ലോകത്തു നിന്നുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടെ ഹാജിമാരെത്തുന്നുണ്ട്. വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, സമ്പന്നനുണ്ട്, പാവപ്പെട്ടവനുണ്ട്, തൊഴിലാളിയുണ്ട്, മുതലാളിയുണ്ട്, പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും പരിശുദ്ധമായ ഹജ്ജിന് വരുമ്പോൾ എല്ലാവരുടെയും വേഷം ഒന്നായി മാറി. പല രാജ്യത്തിന്റെ കൾച്ചർ അനുസരിച്ച് പല വസ്ത്രങ്ങളാ. നമ്മുടെ രാജ്യത്ത് ധരിക്കുന്ന വസ്ത്രമല്ല മറ്റൊരു രാജ്യത്ത് ധരിക്കുന്നത്. അതവർക്ക് വേറൊരു സംസ്കാരമായിട്ട് തോന്നും. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ട്. നമ്മള് നാട്ടില് മുണ്ടെടുക്കുന്നവരാണ്, പക്ഷേ പല രാജ്യത്ത് ചെന്നാൽ ആളുകൾക്ക് മുണ്ടെടുക്കാൻ അറിയില്ല. മുണ്ടെടുക്കുന്നവരെ കണ്ടാൽ അവർക്കൊരു അത്ഭുതമാണ്, അല്ലെ? ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഒരു സഹോദരൻ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കലയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും നാട്ടിലെ വേഷം ധരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ നാട്ടിലെ വേഷം ധരിച്ചുകൊണ്ടാണ് വന്നത്, അല്ലെ? കലാമുഖ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അതെ, ഓരോ നാട്ടിലും. പക്ഷേ അങ്ങനെ പല വേഷം ധരിക്കുന്ന ആളുകള് പരിശുദ്ധമായ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതോടുകൂടി എല്ലാവരുടെയും വേഷം ഒന്നായി. അത് അമേരിക്കക്കാരന്റെ വേഷമാണെങ്കിലും ഇന്ത്യക്കാരന്റെ വേഷമാണെങ്കിലും യൂറോപ്പിന്റെ വേഷമാണെങ്കിലും എല്ലാം ഒരേ ഒരു വേഷം. അതാണ് ഹജ്ജിന്റെ വിളംബരം, മാനവികതയാ. ഞാൻ വലിയ സമ്പന്നനാണ്, അതുകൊണ്ട് എനിക്ക് വേഷം ധരിക്കാൻ കഴിയില്ല എന്നൊരു ധാരണ ഹാജിക്ക് പറ്റില്ല. പിന്നെയോ പലരും പല ഭാഷയും സംസാരിക്കും, പല രീതിയിലും സംസാരിക്കും. പക്ഷേ ഹാജിയായി കഴിഞ്ഞാൽ, ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ശബ്ദമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഏതൊരു ഹാജി, അമേരിക്കക്കാരനാകട്ടെ, ഇന്ത്യക്കാരനാകട്ടെ, സൗദി ആകട്ടെ, മറ്റ് ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, അവർ ഹാജിയായാൽ 2 കഷണം വെള്ളത്തുണി ധരിച്ചുകൊണ്ട് ഒരേ വേഷത്തിൽ വരുന്നവർ, അവരുടെ വായുകളിൽ നിന്ന് നാവുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ശബ്ദം ഇത് മാത്രമാണ്, തൽബിയത്തിന്റെ മന്ത്രധ്വനി മാത്രമാണ്. ലോകത്ത് ഇങ്ങനെ ഒരു മാനവികത വിളംബരം ചെയ്യാൻ ഏത് അമലിന് കഴിയും? ഏതൊരു വിശ്വാസത്തിന് കഴിയും? അതാണ് പരിശുദ്ധമായ ഹജ്ജ്. അള്ളാഹു അവിടേക്ക് നമുക്ക് എത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജിൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഭാഷണമാണ് ലോകത്തെ ഏറ്റവും വലിയ മാനവികതയുടെ വിളംബരം. അതിനേക്കാൾ വലിയ പ്രഭാഷണം ലോകത്തൊരിടത്തുമില്ല. പല പാർലമെന്റുകളിലും പല രാജ്യത്തിന്റെ ഭരണസിര കേന്ദ്രങ്ങളിലും പലപ്പോഴും വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ കോട്ട് ചെയ്യപ്പെടുന്ന വാക്കുകളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദായിലെ മനുഷ്യാവകാശ പ്രസംഗം. അറഫ മൈതാനിയിലുള്ള മനുഷ്യാവകാശ പ്രസംഗം എത്രയോ തവണ നമ്മുടെ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായ പാർലമെന്റിൽ തിരുനബിയുടെ ആ മൊഴികൾ പറയപ്പെട്ടിട്ടുണ്ട്.
എത്രയോ പ്രാവശ്യം അത് എടുത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരു നാവ് ലോകത്തില്ലല്ലോ. കാരണം അന്നും വർഗത്തിന്റെയും വർണ്ണവെറിയുടെയും കാലമായിരുന്നു. അങ്ങനെയാണ് ജീവിച്ച കാലം. ഇതിനിടയിലാണ്, ആ ഒരു ഇരുണ്ട യുഗത്തിലാണ് അറഫ മൈതാനിയുടെ മണൽത്തരികൾ പോലും പുളകം കൊള്ളുമാർ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്, യാ അയ്യുഹന്നാസ്, ഓ മാലോകരെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാവ് ഒന്നാണ്. ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാ പിതാവ് ഒന്നാണ്. ലാ ഫളില ലി അറബിയ്യിൻ അലാ അജമി, ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ മഹത്വമില്ല. വലാ ലി അബിയദ അലാ അസ്വദ്, ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാൾ പദവിയില്ല, മഹത്വമില്ല. ഇല്ലാ ബി തഖ്വല്ലാഹ്, ദൈവിക ഭക്തി കൊണ്ടല്ലാതെ. അള്ളാഹുവിനോടുള്ള സാമീപ്യം ആർക്കുണ്ടോ അവനാണ് മഹത്വം. അത് കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ പ്രശ്നമില്ല. ഇത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കുകൊണ്ട് പ്രഖ്യാപിക്കുക മാത്രമല്ല, പ്രസംഗിച്ചു നിർത്തുക മാത്രമല്ല, തിരുനബി മാലോകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന്. അതുകൊണ്ടാണ് തൊലി വെളുത്ത സൽമാനുൽ ഫാരിസിയെയും തൊലി കറുത്ത ബിലാലിനെയും സമ്പന്നനായ അബൂബക്കറിനെയും ദരിദ്രനായ അലിയിനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ണാൻ പ്രവാചകൻ കൽപ്പിക്കുന്നുണ്ട്, ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങാൻ പ്രവാചകൻ കൽപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ മാനവികത ലോകത്ത് ആർക്കും പ്രഖ്യാപിക്കാനോ പ്രായോഗികവൽക്കരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. അതാണ് ഹജ്ജ് എന്ന് പറയുന്ന മഹത്വമായ അമല് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഏകതാ മനോഭാവം. അവിടെ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒരു വ്യത്യാസമില്ലാതെ, തൊലി വെളുപ്പിന്റെയോ കറുപ്പിന്റെയോ വ്യത്യാസമില്ലാതെ മനുഷ്യരെയെല്ലാം ഒരേ വേഷത്തിലൂടെ ഒരേ ഭാഷയിലൂടെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു അമലാണ് ഹജ്ജ്. അതിനാണ് സാക്ഷി വഹിക്കാൻ പോകുന്നത് ഈ ദിവസങ്ങൾ. അതുകൊണ്ടാണ് അത്രയും മാനവികത ലോകത്ത് ഏകതാ ബോധമുണ്ടാക്കുന്ന ഒരു അമല് നടക്കുന്നത് കൊണ്ടാണ് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ ഒരു വർഷത്തിലെ ഏറ്റവും മഹത്വം ഉള്ള ദിനമായി അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നവോത്ഥാനവും പുരോഗതി എവിടെയൊക്കെയോ എത്തിപ്പോയെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഈ നാട്ടിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ചില തമ്പുരാന്മാരും തമ്പുരാട്ടിമാരും അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതേ നിങ്ങൾ പറയാവൂ, ഞങ്ങൾ കൽപ്പിക്കുന്നതേ നിങ്ങൾ ചെയ്യാവൂ, ഞങ്ങൾ കൽപ്പിക്കേണ്ടവരും നിങ്ങൾ അനുസരിക്കേണ്ടവരുമാണ്. ഒരു കലാകാരൻ വന്നാൽ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതേ നീ പാടാവൂ, ഞങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നതേ നിങ്ങൾ എഴുതാവൂ. ഇങ്ങനെ കാലത്താണ് നമ്മൾ ജീവിക്കുമ്പോൾ. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സനാതന മൂല്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു മുസ്ലിം അവൻ മാനവികത ഉണർത്തുന്ന പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പരിശുദ്ധമായ മക്കയിൽ ഒരുമിച്ച് കൂടുന്നത്. നമ്മൾ ജീവിച്ച കാലഘട്ടം ഇതിനേക്കാൾ എത്രയോ മോശമായ കാലഘട്ടത്തെ കുറിച്ച് കുമാരനാശാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ ജാതീയതയില്ല, ജാതീയത പറയുന്നത് നമ്മളാണെന്ന് ആരോപിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരാണ് ജാതീയതയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ഇവിടെ വിഘടനമുണ്ടാക്കുന്നത്, വിഭാഗ്യത ഉണ്ടാക്കുന്നത് എന്ന് ഇവിടെ പലരും പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞുപോയ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവിടുത്തെ ജാതീയതയുടെ പേരിൽ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യനെ വെട്ടിമാറ്റിയിരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ഏതാണെന്ന് കുമാരനാശാൻ പറയുന്നുണ്ടല്ലോ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ എട്ടല്ലഹോ ജാതി കോമരങ്ങൾ, ആട്ടും വിലക്കും വഴിയൊക്കെയും പറ്റുമീ കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി, വിട്ടതാം ഹിന്ദുമതം ജാതിയാൽ താനെ കെട്ടിയെതിർക്കും തമ്പുരാനെ. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട രോമച്ചെറുക്കൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമോ നിർത്തി ചാരത്തിരുന്നിടാം ചുറ്റും പേടിക്കേണ്ട നമ്പുരാരെ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തന്റെ അയൽവാസിയാകട്ടെ തന്റെ നാട്ടിലുള്ളവനാകട്ടെ അവൻ ജാതിയിൽ ഉയർന്നവനായി പോയാൽ അവന്റെ നേരെ വഴി നടക്കാൻ പോലും അവകാശമില്ലാതിരുന്നൊരു മനുഷ്യൻ, അവൻ നാട്ടിൽ ഏറ്റവും താഴ്ന്ന ജാതിക്കാരനായി കണ്ടവൻ ചെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി തുപ്പിയിട്ടാൽ പിന്നെ അവന് ഏത് പള്ളിയിലും കയറാം, ആരോടൊപ്പവും ചെന്നിരിക്കാം, ആരോടൊപ്പവും ചെന്ന് ഭക്ഷണം കഴിക്കാം.
ഈ നിലയിലുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മുടെ നാട്ടിലും ഉണ്ടാക്കിയത് പരിശുദ്ധമായ ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് അന്തസ്സോടെ ഇസ്സത്തോടുകൂടി പറയാം, പരിശുദ്ധ ഇസ്ലാമിനെ നവോത്ഥാനം പഠിപ്പിക്കുവാനോ ഇസ്ലാമിന് മാനവികത പഠിപ്പിക്കുവാനോ ആരും കടന്നേണ്ടി വരേണ്ട കാര്യമില്ല. ജാതിയുടെ പേരിലോ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലോ ഒരിക്കലും മുസ്ലിമീങ്ങൾ ആരെയും വെട്ടിമാറ്റിയിട്ടില്ല, ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ മുസ്ലിമും എന്നല്ല, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ആർക്കും എവിടെയും കയറി ചെല്ലാം, ആർക്കും ആരെയും കെട്ടിപ്പിടിക്കാം, ആർക്കും ആരോടൊപ്പവും ഇരിക്കാം. അത് ഇസ്ലാമിന്റെ ഏകതാ മനോഭാവമാണ്, ഇസ്ലാമിന്റെ മാനവികതയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ്, അവിടെ ഒരുമിച്ച് കൂടുന്നത്, ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനമായി മാറുന്നത് അറഫ മൈതാനം. എന്തുകൊണ്ട്? ആരായാലും, അത് ഏത് ഭാഷയിലും ഏത് വർഗത്തിലുമുള്ളവരായാലും, എത്ര സമ്പത്ത് കുറഞ്ഞവരായാലും സമ്പത്തുള്ളവരായാലും ശരി, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പരിശുദ്ധമായ മണ്ണിലെത്തുന്നവർ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒരുപോലെയാണ്. അങ്ങനെ തന്നെയാണ് കാണേണ്ടതും. പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്ന പവിത്രമായ അമല്, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നവർക്ക് മാത്രമേ എത്താൻ കഴിയുള്ളൂ. അങ്ങനെ എത്താൻ അള്ളാഹു തീരുമാനിച്ചവരെ തടയാനും ആർക്കും കഴിയില്ല. രോമാഞ്ചപുളകിതമായ ഒരു വാർത്ത നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിട്ടില്ലേ? ആമിർ ഗദ്ദാഫി എന്ന് പറയുന്ന ലിബിയക്കാരനായ സഹോദരൻ. അത്ഭുതമല്ലേ അത്? അള്ളാഹുവേ, നമുക്കൊക്കെ അത് കാണുമ്പോൾ ഈമാൻ ഉണ്ടാകണം, അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന യാഥാർത്ഥ്യം, ഹക്ക് ലോകത്ത് നിലകൊള്ളുന്നുണ്ട് എന്നൊരു വിശ്വാസം ഒരു വിശ്വാസിക്ക് ഉറപ്പായിട്ട് ഉണ്ടാകാൻ മറ്റെന്ത് സംഭവം വേണം? എന്തോ പേരുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം കാരണമായിട്ട് നിശ്ചിത സമയത്ത് ഫ്ലൈറ്റിൽ കയറാൻ പറ്റാത്തതിന്റെ പേരിൽ ആമിർ ഗദ്ദാഫിയെ ആ ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ പ്രാവശ്യം ഫ്ലൈറ്റ് പൊങ്ങി ടേക്ക് ഓഫ് ചെയ്തു, മണിക്കൂറുകൾക്കകത്ത് തിരിച്ചിറക്കി. സാങ്കേതിക തകരാറ് മൂലം ആ ഫ്ലൈറ്റ് രണ്ടാമത് ഉയരുമ്പോഴും ആ ആമിർ ഗദ്ദാഫിക്ക് അതിൽ കടക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല പൈലറ്റ്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യവും ആ ഫ്ലൈറ്റ് ഉയർന്ന് രണ്ടാമതും ഫ്ലൈറ്റ് താഴെ ഇറക്കേണ്ടി വന്നു. അദ്ദേഹം ആ എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം സാങ്കേതിക തകരാറ് മൂലം എയർപോർട്ടിൽ ഇറക്കിയ വിമാനം മൂന്നാമത് പറത്താൻ നേരത്ത് പൈലറ്റ് തന്നെ പറഞ്ഞു പോയി, ആമിർ ഗദ്ദാഫിയെ കയറ്റിയിട്ട് ഇനി ഫ്ലൈറ്റ് പൊങ്ങുകയുള്ളൂ എന്ന്. കാരണം എന്താ? ഇതൊക്കെ വിശ്വാസിക്ക് മാതൃകയാണ്. ഓരോ നിസ്കാരത്തിന് ശേഷവും നമ്മൾ പറയുന്ന വാക്കുകളാണല്ലത്. അല്ലാഹുവേ, നീ നൽകുന്നതിനെ തടയാൻ ആരുമില്ല. നീ തടഞ്ഞതിനെ നൽകാനും ആരുമില്ല. ആമിറുൽ ഗദ്ദാഫി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക പറഞ്ഞുകൊണ്ട് വന്ന് ആ മക്കയിലെത്തണം, ഹജ്ജ് ചെയ്യണമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് എത്ര നേരത്തെ എടുത്താലും ഏത് സാങ്കേതിക കാരണം പറഞ്ഞാലും ശരി, അള്ളാഹു അവിടെ എത്തിക്കുന്നതിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങളോട് കാണിക്കുമ്പോൾ അള്ളാഹ് നിങ്ങൾക്ക് ഈമാൻ അധികരിക്കാൻ വേണ്ടി, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഈമാൻ രൂഢമൂലമാകാൻ വേണ്ടി അല്ലാഹു തആല കാണിച്ചു തരുന്ന വിശ്വാസികൾക്ക് അത് ഗുണപാഠമാണ്. അല്ലാഹു തആല അങ്ങനെ സ്വീകരിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള ദുൽ ഹജ്ജിന്റെ ഈ ആദ്യത്തെ 10 ദിനങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യണം, ഒരുപാട് പുണ്യകർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ സാഹചര്യമാണ്. ബലിമൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്, അതുപോലെ നോമ്പെടുക്കൽ സുന്നത്താണ്. പ്രത്യേകിച്ച് അറഫയുടെ ദുൽ ഹജ്ജ് 9 അടുത്ത വെള്ളിയാഴ്ച അമലുകൾ ചെയ്യൻ. അതുപോലെ തന്നെ ദുൽഹിജ്ജയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറാകൻ, തിന്മകളിൽ നിന്നൊക്കെ പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കൻ. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.